എന്താ മോളെ, സ്കൂൾ വണ്ടി ഇങ്ങ് വരില്ലേ? അച്ഛൻ ഈ നാട്ടിൽ നടക്കുന്നൊന്നും അറിയുന്നില്ലേ? മിഠായി കൊടുത്ത് കുട്ടികളെ വശത്താക്കുന്ന ആളിനെ കുറിച്ചൊന്നും അറിയുന്നില്ലേ? അയാൾ എന്റെ അടുത്ത് മിഠായി വേണമെന്ന് ചോദിച്ചു, ഞാനൊന്നും വാങ്ങിച്ചില്ല. അതാരാ മോളെ? മോളെ എവിടെ പോയിട്ട് വരുവാ? ട്യൂഷന് പോയാണോ? പാഠങ്ങളൊക്കെ നല്ലോണം പഠിക്കുന്നുണ്ടോ? മിഠായി വേണ്ടേ? എന്നാ മിഠായി വെള്ളം കഴിക്കൂ. പിന്നെ എന്തുകൊണ്ട് വിശേഷം നിങ്ങൾ? അച്ഛനും വൈകോ സുഖമാണോ? കാര്യങ്ങളൊക്കെ പഠിക്കുന്നുണ്ടോ? ശരി ശരി ശരി. അനങ്ങാതെ മോളെ, ബഹളം ഉണ്ടാക്കരുത്. മോൾ കരയാതെ. എന്തിനാ കരയുന്നേ? കരയത് അയ്യാ, ഒരു കൊച്ചിന്റെ സൗണ്ട് കേൾക്കുന്നില്ല. என்ன சார், നിങ്ങൾ നല്ല ആള് താൻ. ചിന്ന കുളന്ത് നിങ്ങൾ എന്നാ പണിയാച്ച്? ഇല്ല, ഞാനൊന്നും ചെയ്തില്ല. ബാഗിലും തൊട്ടതിന് കൊച്ചു നിലവിളിച്ചതാ. ഇത് നമ്മുടെ കാറില്ലയോ? ഇതിന്റെ ആളാ തെറിയാത്ത ആളാ എന്നാ? നിങ്ങൾക്ക് എന്ത് വേണമെങ്കിലും തരാം, ഒച്ച വയ്ക്കാതെ. என்ன சார், ആർക്കിട്ടും சொல்ல വേണ്ടമാ? നീ കൊഞ്ചു കടന്നു. ഞാനൊന്ന് മുടിവിട്. അമൈതി ഇവിടെ ഒന്നും നടന്നില്ല. ഒന്നും സംഭവിച്ചില്ല. മോള് പേടിക്കണ്ട. വീട്ടിൽ പറയല്ലേ, ഓടിപ്പോയി കേട്ടോ. മലയാളത്താന്മാര് ഇപ്പടിയാ? അവന് പൊണ്ടാട്ടിയും കുളത്തൊന്നും കിടാതാ. அதெல்லாம் இருக்கு, நீ சமாதானப்படு. அவன் நிறைய காசு இருக்கு, நான் வேண்டவோ செய்வேன். പട്ടാളക്കാരൻ എന്തോ മാനസിക പ്രശ്നമാണെന്നാ വീട്ടുകാർ പറയുന്നത്. അതിപ്പോ വരുത്തി തീർത്തതല്ലേ. ഒരു തീരുമാനത്തിലെത്തിയിട്ട് വേണം സോമനെ വിളിച്ച് പരിഹാരം. അയാളുടെ വീട്ടുകാര് ഇതൊന്ന് ഒതുക്കി തീർക്കാൻ എന്നെ ഏൽപ്പിച്ചിരിക്കുകയാണ്. കേസായാൽ അയാൾ അകത്ത് പോകും. ശരി, എങ്കിൽ നമുക്ക് സോമന്റെ വീട്ടിലേക്ക് പോകാം. അങ്ങോട്ട് പോകാം. എന്ത് പറ്റി മോളെ? നീ മോളെ തല്ലിയോ? ഇല്ല, ഞാനൊന്നും ചെയ്തില്ല. അമ്മ എന്നെ ഒന്നും ചെയ്യില്ല. പിന്നെന്താ മോളെ കരഞ്ഞത്? നിങ്ങൾ വഴക്ക് പറയുകയോ ദേഷ്യപ്പെടുകയോ ഒന്നും ചെയ്യരുത്. ഇന്ന് ഞാൻ അവനെ ശരിയാക്കും. ഒന്നെങ്കിൽ അവൻ അല്ലെങ്കിൽ ഞാൻ. അവനെ ഇന്ന് ഞാൻ ശരിയാക്കിട്ടില്ല. സോമ, നീ എന്തിനുള്ള പുറപ്പാടാണ്? ഇന്ന് ഞാൻ അവനെ ശരിയാക്കും. എന്റെ കൊച്ചുകളെ കാണിച്ച തോന്നിയ പിന്നെ ഞാൻ എന്താ ചെയ്യേണ്ടത്? സോമ, നീ ഒന്ന് അടങ്ങ്. ഒന്നും സംഭവിച്ചില്ലല്ലോ. അടിക്കും വഴക്കിനും ഒക്കെ പോയ പോലീസ് കേസായി ആകെ പ്രശ്നമാണ്. അതുകൊണ്ട് ഞാൻ മിണ്ടായിരിക്കണം. ഞാൻ അച്ഛനല്ലേ. കേസിനും വഴക്കിനും ഒക്കെ പോയാൽ മകളെ കൊണ്ട് നാട് മുഴുക്ക ചുറ്റേണ്ടി വരും. അതൊക്കെ വേണോ? ഒന്നും വേണ്ട സോമ. അയാളൊരു മാനസിക രോഗിയാണെന്നാ പറയുന്നത്. മാനസിക രോഗിയോ? അവൻ അടികൊള്ളാത്തതിന്റെ അസുഖമാണ്. അതേ സോമ, അവരുടെ വീട്ടുകാർ പോലും നാണം കെട്ടിരിക്കുക. നമുക്ക് ഇതുകൊണ്ട് അവസാനിപ്പിക്കാം. എന്റെ ഒരു ഗതികേട്. നിന്റെ വിഷമം ഞങ്ങൾക്ക് മനസ്സിലാഞ്ഞിട്ടല്ല, അച്ഛന്റെ ഭാവി ഓർത്തിട്ടാണ്. ഇതൊക്കെ വാർത്തയായാൽ നിനക്കറിയാമല്ലോ. ഞാനിപ്പോൾ എന്ത് ചെയ്യണമെന്നാ പറയുന്നത്? നിന്റെ സാമ്പത്തിക വിഷമമൊക്കെ ഞങ്ങൾക്ക് അറിയാം. അതൊക്കെ പരിഹരിക്കാവുന്നേ. പാവങ്ങളുടെ അഭിമാനത്തിന് വിലയിടുകയാണോ സാറേ? പണമുള്ളവർക്ക് എന്തും ആകാമല്ലോ. ഞാനീ നാട്ടിൽ നാണം കെട്ട് നിൽക്കില്ല. അയാളെപ്പോലുള്ളവരെ വെറുതെ വിടാൻ പാടില്ലാത്തതാണ്.
പ്രായമായവർക്ക് തന്നെ നാണക്കേട്. പെൺകുട്ടികളുടെ മാനം കവരുന്ന നാട് കഷ്ടമാണ്. ഇത്തരം ചിലന്തി വലകളിൽ കുഞ്ഞുങ്ങൾ ഇനിയെങ്കിലും വീഴാതിരിക്കാൻ അയാളെ കൊണ്ട് മാപ്പ് പറയിപ്പിക്കണം. അത് വേണോ? വേണം വേണം, അയാളെ അങ്ങനെ വിട്ടുകൂടാ. അയാളെ വിളിക്കേ. ഗോമതി, ഷൂ പോളിഷ് ചെയ്തോ? ഒരു കെട്ടി എങ്ങോട്ടാണ് പുറപ്പാട്? ഇത്രയും നാണം കെട്ടിയത് പോരെ? പേരക്കുട്ടിയുടെ പ്രായമില്ലാത്ത ഒരു കുഞ്ഞിനെ എന്നെ കൊണ്ടൊന്നും പറയിപ്പിക്കരുത്. നീ മിണ്ടരുത്, നിന്നെ ഞാൻ തട്ടും. ആ പിന്നെ എന്നെ തൊട്ടു പോകരുത്. നിങ്ങളുടെ തോന്നാസ്തെന്ന് കൂട്ടിക്കാൻ എന്നെ കിട്ടത്തില്ല. നാണം കേട്ട മനുഷ്യൻ. ഇനി ഒരു അക്ഷരം മിണ്ടിയാൽ നിന്നെ ഞാൻ ശരിയാക്കും. അയ്യോ, ഇതോ നിങ്ങളെ പിടിക്കാൻ പോലീസ് വന്നിരിക്കുന്നു. ഒരു കുപ്പി വേണമായിരുന്നല്ലോ സാറേ. നിങ്ങൾക്ക് വേണ്ടതെല്ലാം ഞാൻ തന്നു. കാശും കള്ളും ഇറങ്ങിപ്പോയിനാ. എനിക്കറിയാം ഇതിൽ നിന്ന് എങ്ങനെ ഊരണമെന്ന്. സാറേ, സാറ് ജയിലിൽ പോവാതിരിക്കാനാ എന്റെ അടുത്ത് അന്നേരം ഞാൻ പറഞ്ഞില്ലായിരുന്നു. ഇപ്പൊ നീ പറഞ്ഞതാ ശരിയായിരുന്നു. അന്നേരം അദ്ദേഹത്തെ പോലീസ് സ്റ്റേഷനിൽ ഏൽപ്പിക്കണമായിരുന്നു. നമ്മൾ അദ്ദേഹത്തെ വിശ്വസിച്ചത് കൊണ്ടല്ലയോ പണി കിട്ടി. ഓക്കെ, ശരി സാർ, ഞാൻ ഉടനെ വന്നേക്കാം. ഞാൻ പോയിട്ട് വരട്ടെ. പോയിട്ട് വന്നു കഴിഞ്ഞാൽ നിന്നെ ഞാൻ കുഴിയിലാക്കും. ആ, ആരാ കുഴിയില്ലാതെ നമുക്കറിയാം. ഞാൻ എന്ത് വേണം സാർ, എന്ത് വേണമെങ്കിലും ചെയ്യാം. സോമനോടും കുടുംബത്തോടും മാപ്പ് പറഞ്ഞേക്കും. സോമ, ഇയാള് മാപ്പ് പറയാൻ വന്നതാണ്. എന്നോടല്ല മാപ്പ് പറയേണ്ടത്. മോളെ വിളിക്കൂ. രണ്ടുപേരും വരും. എന്നോട് ക്ഷമിക്കണം, എനിക്ക് മാപ്പ് തരണം, എന്നെ നാണം കെടുത്തരുത്. നിങ്ങൾ എന്ത് നാണം കെട്ടവനാ? ഇത്രയും പ്രായമായില്ലേ? ഇനി ഒരു കുഞ്ഞിനും ഈ ഗതി വരരുത്. മാപ്പ്. എന്നാലും എന്റെ മോളെ, ഈ നാട്ടിൽ ഇത്രയൊക്കെ നടന്നിട്ട് ഞാനിതൊന്നും അറിഞ്ഞില്ലല്ലോ. അല്ലെങ്കിലും വലിയ വീട്ടിലെ കാര്യങ്ങളൊക്കെ ഇങ്ങനെയാണ് അച്ഛാ. പണ്ടും ഇങ്ങനെയൊക്കെ നടന്നിട്ടുണ്ടെന്നാണ് പറയുന്നത്. അവന്റെ മട്ടും പാവം കണ്ട ഇതൊന്നും വിശ്വസിക്കില്ലല്ലോ. ഇതിലും ഭേദം പണിക്ക് വരുന്ന ബംഗാളി തന്നെ. ഇങ്ങനെയുള്ളവരെയൊക്കെ നാട്ടുകാർക്ക് വിട്ടുകൊടുക്കുകയാണ് വേണ്ടത്. എന്റെ കർത്താവേ, ഈ നാട് എങ്ങോട്ടായി പോകുന്നേ? പിഞ്ചു കുഞ്ഞുങ്ങളെ പോലും വെറുതെ വിടുന്നില്ലല്ലോ.